കുപ്രസിദ്ധ ഗുണ്ട ഓം പ്രകാശ് ഉൾപ്പെട്ട ഡാൻസ് ബാറിലെ ഏറ്റുമുട്ടലിന് പിന്നിൽ DJ സംഘങ്ങൾ തമ്മിലുള്ള മത്സരമെന്ന് പോലീസ്. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ പ്രമാണിച്ച് DJ പാർട്ടികളെ കർശനമായി നിരീക്ഷിക്കും. പോലീസ് അനുമതിയോടെ മാത്രമേ DJ പാർട്ടികൾ അനുവദിക്കൂവെന്നും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ G. സ്പർജൻകുമാർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കോവളവും ടെക്നോ പാർക്കും വർക്കലയും ഉൾപ്പെടുന്ന തിരുവനന്തപുരത്ത് DJ പാർട്ടികൾ സജീവമാണ്. ലഹരി ഒഴുകുന്ന ഇത്തരം പാർട്ടികൾക്ക് സുരക്ഷ ഒരുക്കുന്നത് സ്ഥലത്തെ പ്രധാന ക്രിമിനൽ സംഘങ്ങൾ. അടുത്തിടെ ഈഞ്ചക്കലിലെ ഡാൻസ് ബാറിൽ ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയത് DJ പാർട്ടി നടത്തിപ്പുമായി ബന്ധപ്പെട്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിൽ 2-3 റെക്കഗ്നൈസ്ഡ് DJ കണ്ടക്ട് ചെയ്യുന്ന കുറേ പേരുണ്ട്. സോ ദർ ഈസ് മാർക്കറ്റിംഗ്, അവർ തമ്മിലുള്ള മാർക്കറ്റിംഗ് ഇഷ്യൂസ് ആയിട്ടാണ് മനസ്സിലാവുന്നത്. സോ അത് ഒരു ഇഷ്യൂ ഉണ്ടെങ്കിലും നമ്മളിപ്പോൾ എല്ലാ സ്റ്റേഷൻ ലിമിറ്റിൽ എല്ലാ SHOമാർ അതാത് ലിമിറ്റിൽ എവിടെയെങ്കിലും ഏത് ഹോട്ടലിലായാലും പ്രോഗ്രാം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഹോട്ടൽ നടത്തിപ്പുകാരായാലും ഇൻഫർമേഷൻ മുമ്പ് കൊടുക്കേണ്ടതാണ്. അതുമാത്രമല്ല ആരാണ് പങ്കെടുക്കുന്നത് ആ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്താൽ അത് സുഗമമായിട്ട് നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. ആ ഡയറക്ഷൻ എല്ലാ SHOമാർക്ക് കൊടുത്തിട്ടുണ്ട്, SDPOക്ക് കൊടുത്തിട്ടുണ്ട്. കുപ്രസിദ്ധ ഗുണ്ട എയർപോർട്ട് സാജന്റെ മകൻ ഡാനിയാണ് തിരുവനന്തപുരം നഗരത്തിലെ DJ പാർട്ടിയുടെ പ്രധാന നടത്തിപ്പുകാരൻ. ഈ പാർട്ടിക്കിടെയാണ് ഓം പ്രകാശും സുഹൃത്ത് നിതിനും എത്തുന്നതും എയർപോർട്ട് സാജന്റെ സംഘവുമായി ഏറ്റുമുട്ടുന്നതും. ടെക്നോ സിറ്റിയായ കഴക്കൂട്ടം കേന്ദ്രീകരിച്ച് DJ നടത്തുന്നത് നിതിനാണ്. ഈ വൈരാഗ്യമാണ് ഏറ്റുമുട്ടലിൽ കലാശിച്ചത്. ഇതോടെ DJ പാർട്ടികൾക്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനാണ് പോലീസിന്റെ തീരുമാനം. കോവലം, ശംഖുമുഖം ആൻഡ് ബി സൈഡ്സ് ഇത് റെഗുലർലി ഇപ്പോൾ ലൈറ്റിംഗ് കൂട്ടാൻ വേണ്ടി നമ്മൾ ഒരു റിക്വസ്റ്റ് കോർപ്പറേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ടൂറിസം പോലീസും ലോക്കൽ പോലീസും കമ്പൈൻഡായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെക്കിങ് നടത്താനും അവിടെയുള്ള ഈ ഒരുപാട് ഷോപ്സ് ഉണ്ടല്ലോ, അവിടെ ടൂറിസം നടത്തുന്ന ഈ ടൂറിസം ആൾക്കാരോട് സഹായത്തോടെ കൂടെ കമ്പൈൻഡായിട്ടാണ് ഈ പ്രോഗ്രാംസ് നടത്താൻ വേണ്ടി അത് ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ ഈ പാർട്ടീസ് നടത്തുന്ന സമയത്ത് ചെക്കിംഗ് നടത്താൻ വേണ്ടിയുള്ള സഹായത്തോടെ കൂടെ എല്ലാ മീറ്റിംഗ്സ് നടത്താൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് രീതിയിൽ മുമ്പോട്ട് പോകാനാണ്. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ പ്രമാണിച്ചും പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. പിന്നെ എത്ര പേര് പറഞ്ഞിട്ടുണ്ട് അത് ആദ്യം കുറച്ച് പേര് പറയും, പിന്നെ കൂടുതൽ ആൾക്കാർ പറഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഒരു കൺട്രോളായിട്ട് എത്ര പേര് പറഞ്ഞിട്ടുണ്ട് ആ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് ഈ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള നമ്മളൊരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് എല്ലാ SHOs. പ്രധാന ആഘോഷ ഇടങ്ങൾ കേന്ദ്രീകരിച്ച് വാഹന പരിശോധന ശക്തമാക്കുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ ന്യൂസ് മലയാളത്തോട് വ്യക്തമാക്കി. VS ന്യൂസ് മലയാളം, തിരുവനന്തപുരം.